ഓഗസ്റ്റ് 15-ന് നമ്മൾ മാത്രമല്ല സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. വേറെയും ചില രാജ്യങ്ങളിലെ സ്വാതന്ത്ര്യദിനങ്ങൾ ഈ ഓഗസ്റ്റ് 15 തന്നെയാണ്. ഏതൊക്കെയാണ് ആ രാജ്യങ്ങൾ? എന്താണ് അവരുടെ കഥ? നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ രാജ്യത്തെ പോലെ സ്വന്തം സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ചില രാജ്യങ്ങളുടെ കഥയാണ്. ഇന്ത്യയുടെ 78ാം സ്വാതന്ത്ര്യദിനമാണ് ഈ ഓഗസ്റ്റ് 15-ന് നമ്മൾ ആഘോഷിക്കുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ അനുഭവിച്ച കഷ്ടപ്പാടുകളുടെയും ത്യാഗങ്ങളുടെയും ഉജ്ജ്വലമായ ഓർമ്മപ്പെടുത്തലാണ് ഓരോ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളും. 200 വർഷത്തെ കൊളോണിയൽ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി എണ്ണമറ്റ ആളുകൾ ധീരമായി പോരാടിയതിന് ശേഷമാണ് ദീർഘകാലമായി കാത്തിരുന്ന സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുന്നത്. 1947 ഓഗസ്റ്റ് 15-ന് ബ്രിട്ടീഷ് കോളനിക്കാർ ഒടുവിൽ ഇന്ത്യ വിടുന്നു. നമ്മുടെ രാജ്യത്തെ 2 സ്വതന്ത്ര രാജ്യങ്ങളായി വിഭജിക്കുകയും ചെയ്തു, ഇന്ത്യയും പാകിസ്ഥാനും. ബ്രിട്ടീഷ് അടിമത്തം അവസാനിപ്പിച്ച് രാജ്യം സ്വാതന്ത്ര്യം നേടിയതിന്റെയും ഒരു സ്വാതന്ത്ര്യ രാജ്യമായതിന്റെയും ഓർമ്മയ്ക്കുമായിട്ടാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് 15-ന് ഇന്ത്യയിൽ സ്വാതന്ത്ര്യദിനം കൊണ്ടാടുന്നത്. രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലടക്കം വിപുലമായ ആഘോഷങ്ങളും ഒരുക്കങ്ങളുമാണ് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നടക്കുക. ഇന്ത്യയെ കൂടാതെ മറ്റ് 5 രാജ്യങ്ങൾ കൂടി ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അതിൽ ആദ്യമായി പറയുന്നത് ദക്ഷിണ കൊറിയയെക്കുറിച്ചും ഉത്തര കൊറിയയെക്കുറിച്ചുമാണ്. കൊറിയയുടെ ദേശീയ വിമോചന ദിനം എന്നാണ് ഓഗസ്റ്റ് 15 അറിയപ്പെടുന്നത്. 1945-ലാണ് 35 വർഷത്തെ ജപ്പാന്റെ അധിനിവേശത്തിൽ നിന്ന് കൊറിയയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. അതും കഴിഞ്ഞ് 3 വർഷത്തിന് ശേഷം 1948 ഓഗസ്റ്റ് 15-നാണ് റിപ്പബ്ലിക് ഓഫ് കൊറിയ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടത്. ഈ ദിവസം ഗ്വാങ് ബോഗ്ജിയോൾ എന്നാണ് അറിയപ്പെടുന്നത്. അതിന്റെ അർത്ഥം വെളിച്ചം പുനഃസ്ഥാപിക്കപ്പെട്ട സമയം എന്നാണ്. അങ്ങനെ ജാപ്പനീസ് സേനയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ശേഷം 3 വർഷത്തിന് ശേഷം സ്വതന്ത്ര കൊറിയൻ സർക്കാരുകൾ രൂപീകരിക്കപ്പെട്ടു. കൊറിയ വിഭജിച്ച് ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും ആയി എങ്കിലും ഇരു രാജ്യങ്ങളും ഓഗസ്റ്റ് 15-ന് തന്നെയാണ് ഔദ്യോഗികമായി സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. അടുത്തത് ബഹ്റൈനാണ്. 1971 ഓഗസ്റ്റ് 15-ന് രാജ്യം യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. 1931-ൽ എണ്ണ കണ്ടെത്തുകയും ഒരു റിഫൈനറി നിർമ്മിക്കുകയും ചെയ്ത ആദ്യത്തെ ഗൾഫ് രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇത്. അതേ വർഷം തന്നെ ബ്രിട്ടനും ഒട്ടോമൻ സർക്കാരും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്ന ഒരു ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്തു. എന്നാൽ അപ്പോഴും അത് ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിൽ തന്നെ തുടർന്നു. 1971-ൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിന് ശേഷം രാഷ്ട്രം ബ്രിട്ടീഷുകാരുമായി ഒരു സൗഹൃദ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. ഓഗസ്റ്റ് 14 സ്വാതന്ത്ര്യ ദിനമാണെന്ന് പറയപ്പെടാറുണ്ടെങ്കിലും രാജ്യം ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യദിനമായി ആചരിക്കുന്നു. അടുത്തത് റിപ്പബ്ലിക് ഓഫ് കോങ്കോയാണ്. മധ്യ ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു രാഷ്ട്രമാണ് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. ഓഗസ്റ്റ് 15-നാണ് ഇവിടുത്തെയും സ്വാതന്ത്ര്യദിനം. ഇവിടുത്തെ ഔദ്യോഗിക ഭാഷ ഫ്രഞ്ചാണ്. 1960-ലാണ് കോങ്കോയ്ക്ക് ഫ്രാൻസ് ഭരണകൂടത്തിൽ നിന്നും മോചനം ലഭിച്ചത്. 80 വർഷമാണ് കോങ്കോ ഫ്രഞ്ച് ഭരണകൂടത്തിന് കീഴിൽ കഴിഞ്ഞത്. 1969 മുതൽ 92 വരെ കോങ്കോയിൽ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ഭരണമാണ് നിലനിന്നത്. അതിനുശേഷം ബഹുകക്ഷി തിരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട്. 1992 മുതൽ രാജ്യത്ത് പല രാഷ്ട്രീയ പാർട്ടികൾ പങ്കെടുക്കുന്ന തിരഞ്ഞെടുപ്പ് സംവിധാനം നിലവിൽ വന്നു. അടുത്തത് ലിച്ചൻസ്റ്റീൻ. ലോകത്തിൽ ഏറ്റവും ചെറിയ 6ാമത്തെ രാഷ്ട്രം. മധ്യ യൂറോപ്പിലെ ഓസ്ട്രിയയ്ക്കും സ്വിറ്റ്സർലൻഡിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ലിച്ചൻസ്റ്റൈൻ. ജർമ്മനാണ് ഈ രാജ്യത്തെ ഔദ്യോഗിക ഭാഷ. 1940 മുതലാണ് ഇവർ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു തുടങ്ങിയത്. മധ്യ യൂറോപ്പിലെ അംഗീകൃത സമയമായ രാത്രി 10 മണിക്കാണ് പരമ്പരാഗത വെടിക്കെട്ട് പ്രയോഗത്തോടു കൂടിയ സ്വാതന്ത്ര്യദിനം നടക്കുന്നത്. 1990 മുതലാണ് ഇവിടെ ഓഗസ്റ്റ് 15 എന്ന തീയതി നിയമം മൂലം ഔദ്യോഗിക സ്വാതന്ത്ര്യദിനമായി പ്രഖ്യാപിച്ചത്. ഇതിന് 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഓഗസ്റ്റ് 15 രാജ്യത്ത് നേരത്തെ തന്നെ ബാങ്ക് അവധി ദിനമായിരുന്നു. രണ്ടാമത്തെ കാരണം 1940-ൽ ലിച്ചൻസ്റ്റൈൻ ഭരിച്ചിരുന്ന ഫ്രാൻസ് ജോസ് രണ്ടാമൻ രാജകുമാരന്റെ പിറന്നാൾ ഓഗസ്റ്റ് 16-നായിരുന്നു. അപ്പോൾ 1989-ൽ അദ്ദേഹം അന്തരിച്ചെങ്കിലും ആ പാരമ്പര്യം അങ്ങനെ തന്നെ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. ഗംഭീരമായ ആഘോഷങ്ങളിൽ ആയിരക്കണക്കിന് ലിച്ചൻസ്റ്റൈൻ പൗരന്മാർ പങ്കെടുക്കും. കൂടാതെ സംസ്ഥാനത്തെ നിയമപ്രകാരം വധൂസ് കോട്ടയ്ക്ക് മുൻപിലെ പുൽത്തകടിയിൽ വെച്ചുള്ള പാർലമെന്റിലെ പ്രസിഡന്റിന്റെയും രാജകുമാരന്റെയും പ്രസംഗങ്ങളും ലിച്ചൻസ്റ്റൈൻ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ മുഖമുദ്രയാണ്. കോട്ടയുടെ പൂന്തോട്ടത്തിൽ വെച്ച് നടക്കുന്ന വിരുന്നിൽ രാജ്യത്തെ പൗരന്മാർക്കും ക്ഷണമുണ്ടാകും. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ അവസരത്തിൽ മാത്രമാണ് കോട്ട പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നത്. അപ്പോൾ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്? എന്ത് തന്നെയായാലും കമന്റ് ചെയ്യണേ. ഒപ്പം ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്താനുമായി വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.